ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൽ ലക്ഷ്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉള്ളിച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ മീഡിയം സൈസിൽ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് വെക്കുക, കൂട്ടി വെക്കാതെ. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും വിനാഗിരിയൊക്കെ എല്ലായിടത്തും എത്തുന്ന ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിതിലേക്ക് 1.5 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, സാധാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സുർക്ക ഒഴിച്ചിട്ടുള്ള ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഉള്ളിച്ചാറാണ്. ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും ദോശേൻ്റെയും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉള്ളിച്ചാറാണ്. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട് വരാതെക്കാൻ കുറച്ച് അധികം നിൽക്കും. അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഫേസ്ബുക്കിൽ ലക്ഷ്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉള്ളിച്ചാറ് ഞങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.